Hello everyone. നമ്മൾ ചാപ്റ്റർ 3 ഗ്രാഫിംഗ് ഇൻ മാക്സിമം മിനിമം പ്രോബ്ലംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സെക്ഷൻ 3.1 കണ്ടിന്യൂറ്റി ആൻഡ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് പറഞ്ഞ സെക്ഷനാണ് ഇന്ന് പഠിക്കാൻ പോണത്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്. ആ കൺസെപ്റ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങൾ ഡിഫറെൻറ്റ് ഫോണ്ടിൽ ഒരു നോട്ട് എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ടാവും. ഇഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ ഹാസ് ഓപ്പോസിറ്റ് signs at endpoints, it must be 0 at some interior point. അത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കൺസെപ്റ്റാണ്. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കൊരു ഗ്രാഫ് തന്നിട്ട് അത് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രാഫ് തന്നിട്ട് കണ്ടിന്യൂസ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക? ആ ഒരു ഗ്രാഫിനെ നമുക്ക് പെൻസിലെടുക്കാതെ അല്ലെങ്കിൽ പെന്നെടുക്കാതെ വരയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ പെന്നെടുക്കാതെ വരയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാം അല്ലേ. അതായത് എവിടെയും ഒരു ബ്രേക്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് മൊത്തത്തിൽ ആ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണ് ആ ഫംഗ്ഷൻ എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ഇപ്പോൾ തന്നിട്ടുണ്ടെന്ന് കരുതുക. സോ സപ്പോസ് ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ സം എ ആൻഡ് ബി തന്നിട്ടുണ്ടെന്ന് കരുതാം. സം ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി തന്നിട്ടുണ്ട്. ആ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് ഓപ്പോസിറ്റ് സൈൻസ് ആണ് എൻ പോയിൻറ്റ്സിലുള്ളതെങ്കിൽ ഈ ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും, അതായത് എ ബി പറഞ്ഞ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി പറഞ്ഞ ഇൻ്റർവെല്ലിനകത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും അത് 0 ആകുന്ന പറയണം. അതായത് എൻ പോയിൻറ്റ്സിൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഇതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ സം പോസിറ്റീവ് വാല്യൂ ആണെന്ന് കരുതുക. അപ്പോൾ സം വാല്യൂ ഹിയർ എന്ന് കരുതുക. ആൻഡ് ബി എന്ന് പറഞ്ഞതിന് നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് ഇമേജ് ആയിട്ട് കിട്ടണമെന്ന് കരുതുക. ആൻഡ് ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരറ്റത്തു നിന്ന് മറ്റേറ്റം വരെ നമുക്ക് ബ്രേക്ക് ഇല്ലാതെ വരയ്ക്കാൻ പറ്റണം. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പോയിന്റിൽ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ ഇതിന് പോകാൻ പറ്റുള്ളൂ. ഈ എക്സ് ആക്സിസ് ക്രോസ് ചെയ്യാതെ ഇതിന് ഒരിക്കലും താഴത്തെ പോയിന്റിൽ മീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്തിട്ട് മാത്രമേ അതിന് പോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത് ആക്ച്വലി കേർവിനെ നമ്മൾ എഴുതുക സം വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിലല്ലേ. അപ്പോൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതുന്ന ഈ കേർവിൽ ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിന് നമ്മൾ എങ്ങനെയാണ് എക്സ് ആക്സിസിൽ ഏതൊരു പോയിന്റിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? സം ഓർഡേർഡ് പെയർ എക്സ്, 0 എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? അതിൻ്റെ വൈ കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള മീനിങ് അല്ലേ. എഫ് 0 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ ഫംഗ്ഷൻ 0 വാല്യൂ എടുക്കുന്നുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. സോ അത് തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തതെങ്കിൽ ആ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൻ്റെ 2 എൻ പോയിൻറ്റ്സ്, ഇപ്പോൾ എയും ബിയും ആണ് ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എൻ പോയിൻറ്റ്സ്, അതിൻ്റെ ഇമേജസ് ഓപ്പോസിറ്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ എയിലെ ഇമേജ് പോസിറ്റീവും ബിയിലെ ഇമേജ് നെഗറ്റീവ് എടുത്തു. ഇനി നേരെ തിരിച്ചെടുത്താലും ഇതേപോലെ തന്നെയാണ് വരിക. ഇപ്പം ബിയിലെ ഇമേജ് പോസിറ്റീവും എയിലെ ഇമേജ് നെഗറ്റീവും ആണെങ്കിൽ ഇത്തരത്തിൽ ഗ്രാഫ് വരും. അങ്ങനെയാണെങ്കിലും അതെവിടെ മീറ്റ് ചെയ്യും? എക്സ് ആക്സിസിൽ ക്രോസ് ചെയ്യും. എക്സ് ആക്സിസിൽ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ആ പോയിന്റിൽ 0 ആവുന്നുണ്ട് എന്നർത്ഥം. അപ്പം എൻ പോയിന്റ്സിൽ ഓപ്പോസിറ്റ് സൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി 0 അറ്റ് സം ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ റിസൾട്ട്സ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോണേ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് തിയറം ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഫസ്റ്റ് വേർഷൻ. ഇതിൻ്റെ സെക്കൻഡ് വേർഷനും കൂടി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറാണ് നമ്മൾ പഠിക്കാൻ പോണേ. അതിൻ്റെ ഫസ്റ്റ് വേർഷൻ എന്താണെന്നുള്ളത് നോക്കാം. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ബി ആൻഡ് സപ്പോസ് ദാറ്റ് ഫോർ സം നമ്പർ സി f of a less than c less than f of b or f of a greater than c greater than f of b, then there is some point x naught in ab such that f of x naught is equal to c. അതായത് എ ബി എന്ന് പറഞ്ഞ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇഫ് എഫ് ഓഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് ബി ഓർ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി എന്നുള്ള ഫോമിലാണ് സി എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളതെങ്കിൽ, അതായത് എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇടയിലുള്ളൊരു പോയിന്റാണ് സി എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് നോട്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ എ ബിക്ക് അകത്ത് എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു സി എന്ന് പറയാൻ പറ്റും. ഇത്തരത്തിലാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുന്നത്. സോ അതിനൊന്ന് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് കരുതുന്നു. സോ എ ബി എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർവെൽ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത്തരത്തിലൊരു ഫംഗ്ഷൻ ഉണ്ട്.
ക്ലോസ്ഡ് എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഉണ്ടെന്ന് കരുതുക. ഇത് കണ്ടിന്യൂസ് ആണ്, നമുക്ക് ബ്രേക്ക് ഇല്ലാതെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എഫ് ഓഫ് എ എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയായിരിക്കും? ഇപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ഇതാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ ഒരു വാല്യൂ ആയിരിക്കും എഫ് ഓഫ് എ എന്ന് പറയുന്നത്. ആൻഡ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ഇതാണെന്നുണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ വൈ ആക്സിസിൽ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഇമേജും കാണാൻ കഴിയും അല്ലേ. സോ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും നമുക്കുണ്ട്. ഇനി സി എന്ന് പറഞ്ഞൊരു പോയിന്റ്, ഇവിടെ എഫ് ഓഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് ബി. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് എഫ് ഓഫ് എ ആണ് ചെറുത്. സോ ഈ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഗ്രാഫാണ് ഞാൻ വരച്ചിട്ടുള്ളത്. എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇടയിൽ ഞാൻ സി എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കുകയാണ് കേട്ടോ. സോ എഫ് ഓഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് ബി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലൊരു സി ഞാൻ എടുത്തു. ഇനി ഈ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ ബിക്ക് അകത്ത് ഒരു എക്സ് നോട്ട് ഉണ്ടാവും എന്നല്ലേ ഈ തിയറം പറയണേ. ഒന്ന് നോക്കിയേ, ഈ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് താഴെ ഇവിടെ ഒരു വാല്യൂ കണ്ടുകൂടെ? ഇതിനെ ഞാൻ എക്സ് നോട്ട് എന്ന് വിളിച്ചാൽ പോരെ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്തായാലും എക്സ് നോട്ടിൻ്റെ ഇമേജ് ആയിട്ട് ഇവിടെ സി എന്തായാലും വരും. ഈ ഒരു എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലുള്ള എല്ലാ വാല്യൂസിനെയും ആക്ച്വലി ഇത് എടുക്കും എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. സോ അത്തരത്തിൽ ഉള്ള ഒരു ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെയുള്ള ഒരു തിയറാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനിയിപ്പോൾ ഇതിൽ തന്നെ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഗ്രാഫ് നേരെ തിരിച്ച് വന്നാൽ മതി അല്ലേ. അതായത് എയിൽ വാല്യൂ ഗ്രേറ്ററും ബിയിലാകുമ്പോൾ ചെറുതും. അതായത് ഇത്തരത്തിലാണ് ഗ്രാഫ് വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേ. ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് ഗ്രാഫാണ്. എയിലെ ഇമേജ് വരുന്നത് ഇവിടെ വരും. സോ ദിസ് വിൽ ബി എഫ് ഓഫ് എ ആൻഡ് ബിയിലെ ഇമേജ് താഴെയാണ് വരിക. സോ ഇതായിരിക്കും എഫ് ഓഫ് ബി വരിക. അങ്ങനെ ആകുമ്പം ഈ കണ്ടീഷനാണ് വരുന്നത്, എഫ് ഓഫ് ബി ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് എ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അവിടെയും ഈ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ എ ബിക്ക് അകത്ത് ഒരു വാല്യൂ എക്സ് നോട്ട് കാണാൻ കഴിയും. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് സി ആണെന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുന്നത്. അതായത് ഏതൊരു ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിക്ക് അകത്ത് ഞാനൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും ക്ലോസ്ഡ് ഇൻ്റർവെൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബിക്ക് അകത്തുള്ള എല്ലാ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. എ ബിക്ക് അകത്തൊരു പ്രീ ഇമേജ് ഉണ്ടാവും എന്നുള്ളതാണ് ആര് പറയുന്ന ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ ഫസ്റ്റ് വേർഷൻ പറയുന്നത്. ക്ലിയർ ആയി കരുതുന്നു. ഇനി അതിൻ്റെ സെക്കൻഡ് വേർഷൻ എന്താണെന്നുള്ളത് നോക്കാം. Intermediate value theorem second version. So ഇതെന്താണെന്നുള്ളത് നോക്കാം. Let f be a function which is continuous on AB and suppose that f of x not equal to c for all x in AB. If f of a less than c, then f of b less than c as well. Similarly, if f of a greater than c, then f of b greater than c as well. So ഇതാണ് തിയറം പറയുന്നത്. വേറെ ഒന്നുമല്ല, എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അഗൈൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി തന്നിട്ടുണ്ട്. സോ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി കൺസിഡർ ചെയ്യാണ്. ഇതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്. ഇനി എഫ് ഓഫ് എ ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി ഫോർ ഓൾ എക്സ് ഇൻ എ ബി. എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെലിനകത്ത് ഞാൻ ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും സി എന്ന് പറഞ്ഞ പോയിന്റ് ആവില്ല. അപ്പം വൈ ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഉണ്ട്. വൈ ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ ഒരു ലൈൻ ഉണ്ട് എന്ന് കരുതുക. ഈ ലൈനാണ് വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞ് പോണേ. അപ്പോൾ ഈ ലൈനിൽ ആക്ച്വലി എഫ് ഓഫ് എക്സ് ഒരിക്കലും സി ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എഫ് എന്ന് പറഞ്ഞ ഗ്രാഫ് ഒരിക്കലും സി എന്ന് പറഞ്ഞ ലൈനിനെ മീറ്റ് ചെയ്യുന്നില്ല എന്നല്ലേ അതിൻ്റെ മീനിങ് വരുന്നത്. സോ നമുക്കിപ്പോൾ എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ ലൈനിനെ നമ്മുടെ ഗ്രാഫ് ഒരിക്കലും മീറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. എഫ് എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് തന്നിട്ടുണ്ട് ക്ലോസ്ഡ് എ ബിയിൽ. എഫ് ഓഫ് എക്സ് ഒരിക്കലും സി ആവില്ല ഫോർ ഓൾ എക്സ് ഇൻ എ ബി. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിക്കകത്ത് ഒരിക്കലും ഈ എന്താ പറയുക എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈ ലൈനിൽ മീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ലൈനിൽ മീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മീറ്റ് ചെയ്യാത്ത തരത്തിൽ വേണം നമുക്കിതിനെ വരയ്ക്കാൻ. മീറ്റ് ചെയ്യാത്ത തരത്തിൽ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനിയാണ് ഈ കണ്ടീഷൻ നമ്മൾ നോക്കണം കേട്ടോ. എഫ് ഓഫ് എ ലെസ് ദാൻ സി എന്ന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എ ലെസ് ദാൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ വാല്യൂ ദേ ഇവിടെയാണ് ഉണ്ടാവുക. ഈ ഒരു 0 തൊട്ട് സി വരെ, 0 തൊട്ടല്ല -∞ തൊട്ട് സി വരെ വരാം. പക്ഷേ സിക്ക് മേലെ പോകരുത്. ലെസ് ദാൻ സി, സിയോ സിക്ക് മേലെയോ പോകരുത്. സി എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുന്നില്ല, സിക്ക് മേലുള്ള വാല്യൂ എടുക്കുന്നില്ല. അപ്പോൾ എഫ് ഓഫ് എ ലെസ് ദാൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? ഈ ഒരു പോയിന്റിലാണ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് കരുതിക്കോളും. ഓക്കെ, അപ്പോൾ ഇതിന് താഴെയുള്ള എവിടെ വേണമെങ്കിലും വാല്യൂ വരാം. സോ ഈ ഒരു പോയിന്റിലാണ് എന്നുള്ളത് ഇപ്പോൾ ഞാൻ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ബിയുടെ അവസ്ഥ എന്തായിരിക്കും?
ഒന്ന് ഓർത്ത് നോക്കിയേ, എഫ് ഓഫ് ബിയുടെ വാല്യൂ ഇവിടെ വരാൻ പറ്റുമോ? എഫ് ഓഫ് ബിയുടെ വാല്യൂക്ക് ഒരിക്കലും അവിടെ വരാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവുന്ന സ്ഥിതിക്ക് അത് ഇങ്ങനെ പോയിട്ടേ അങ്ങോട്ട് മീറ്റ് ചെയ്യുള്ളൂ. ഇങ്ങനെ പോയി മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ അത് സി എന്ന് പറഞ്ഞ y=c പറഞ്ഞ ലൈനിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു പോയിന്റിൽ, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സി എന്ന് പറഞ്ഞ വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ പാടുമോ? നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി ഫോർ ഓൾ എക്സ് ഇൻ എ ബി എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഫംഗ്ഷൻ്റെ വാല്യൂ ബിയിൽ ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറയാം. ഇവിടെ എന്നല്ല, ഈ സി എന്ന് പറഞ്ഞ ലൈനിൻ്റെ മേലെ ഈ ഒരു റീജിയനിൽ എവിടെയും ബി എന്ന് പറഞ്ഞ പോയിന്റിന് ഇമേജ് വരാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. സോ എഫ് ഓഫ് എ ലെസ് ദാൻ സി ആണെന്നുണ്ടെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആണ് ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ബിയുടെ വാല്യൂ എവിടെ തന്നെ വരണം? ഈ സിക്ക് താഴെ തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ ഇത് ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ ലൈനിനെ ക്രോസ് ചെയ്യാതെ കണ്ടിന്യൂസ് ഫംഗ്ഷനായിട്ട് ഇതിനകത്ത് നിൽക്കുകയുള്ളൂ എന്നുള്ളത് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിലോ, എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താ വരിക? എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ആണ് എഫ് ഓഫ് എയുടെ വാല്യൂ എന്നുള്ളത് കരുതുക. അപ്പോൾ എഫ് ഓഫ് ബി ലെസ് ദാൻ സി ആവാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എഫ് ഓഫ് ബി ലെസ് ദാൻ സി ആയിക്കഴിഞ്ഞാൽ എഫ് ഓഫ് ബിയുടെ വാല്യൂ സംവേർ ഇവിടെയാണ് എന്നുള്ളത് നോക്കാം. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂറ്റി പ്രകാരം ഇതിങ്ങനെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്താ? വീണ്ടും സി y=c എന്ന് പറഞ്ഞ ലൈനിനെ അത് മീറ്റ് ചെയ്യും. അത് പോസിബിൾ അല്ല. സോ അത്തരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ളത് പറയാം. എഫ് ഓഫ് ബിയുടെ വാല്യൂ എവിടെ തന്നെ വരണം? സിയുടെ മേലെ തന്നെ വരണം. അതായത് എഫ് ഓഫ് ബിയുടെ വാല്യൂ സീനേക്കാളും വലുതായിരിക്കും. സോ ഇവിടെ ഈ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് വിച്ച് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. കണ്ടിന്യൂസ് എന്നുള്ള പോയിന്റ് കാരണമാണ് കേട്ടോ അത് ഇങ്ങനെ വരുന്നത്. ഇല്ലെങ്കിൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ അത്തരത്തിലല്ല, അതായത് സീനെ മീറ്റ് ചെയ്യാതെ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സോറി ഫോർ ദാറ്റ്. നമുക്ക് ഒരു ഫംഗ്ഷൻ എഫ് തന്നിട്ടുണ്ട്, കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി ഫോർ ഓൾ എക്സ് ഇൻ എ ബി എന്ന് തന്നിട്ടുണ്ട്. അതായത് y=c എന്ന് പറഞ്ഞ ഈ ലൈൻ അത് ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എ ലെസ് ദാൻ സി ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ബിയും എന്തായാലും ലെസ് ദാൻ സി തന്നെ ആയിരിക്കണം. എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എഫ് ഓഫ് ബിയും നിർബന്ധമായും ഗ്രേറ്റർ ദാൻ സി ആയിരിക്കണം. സോ ഇതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം സെക്കൻഡ് വേർഷൻ പറയുന്നത്. ഇനി നമുക്ക് ഇത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരുന്നു. ഇവിടെ നോക്കി, ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പെന്നെടുക്കാതെ വരയ്ക്കാൻ പറ്റുമല്ലേ. അപ്പോൾ അത് കണ്ടിന്യൂസ് ഗ്രാഫാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു ഗ്രാഫ് നോക്കിയേ, എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ഇതൊന്ന് ജമ്പ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഒരു ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് അല്ല. ആ ഒരു പോയിന്റ് വരെ നമുക്ക് പെന്നെടുക്കാതെ വരയ്ക്കാൻ പറ്റും. പക്ഷെ അവിടെ നിന്ന് പിന്നെ ബാക്കി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെന്നെടുത്തേ വരയ്ക്കാൻ പറ്റുള്ളൂ. സോ അത് കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രം. ബാക്കി എവിടെയാണെന്നുണ്ടെങ്കിലും അത് കണ്ടിന്യൂസ് ഗ്രാഫാണ്. പക്ഷേ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആവില്ല. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ ഗ്രാഫിക്കലി ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ 1, ഡിസൈഡ് where each of the functions whose graphs appear in figure 3.12, ഇതാണ് തന്നിട്ടുള്ള 3.12, is continuous. Explain your answers. അപ്പം ഇവിടെ തന്നിട്ടുള്ളത് 4 ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ 4 ഗ്രാഫിൽ ഈ ഫങ്ഷൻസൊക്കെ എവിടെയൊക്കെ കണ്ടിന്യൂസ് ആകാതിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗ്രാഫ് നോക്കാം. ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്, ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരുന്നുണ്ട്. പിന്നെ അവിടെ ഒന്ന് ബ്രേക്ക് ആയിട്ടാണ് നമുക്ക് -2 എന്ന് വരയ്ക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ -2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇതൊന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. സോ -2 പറഞ്ഞ പോയിന്റിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ -1 എന്ന് പറഞ്ഞ പോയിന്റിലും ഇവിടെ നിന്ന് ഇതുവരെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് താഴേക്ക് വരികയല്ലേ. അപ്പോൾ വീണ്ടും -1 എന്ന് പറഞ്ഞ പോയിന്റിൽ ബ്രേക്ക് ആവുന്നുണ്ട്. അതേപോലെ 0 പറഞ്ഞ പോയിന്റിൽ ബ്രേക്ക് ആവുന്നുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ബ്രേക്ക് ആവുന്നുണ്ട്. 2 പറഞ്ഞ പോയിന്റിൽ ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഇൻഡിജർ വാല്യൂസിലും ഇത് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആവുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ x0 is equal to 0, x0 is equal to +or -1, x0 is equal to +or -2 ഇത്തരത്തിലുള്ള ഇൻഡിജർ വാല്യൂസ് അല്ലാത്ത പോയിന്റ്സിലാണ് ആക്ച്വലി ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക. ഈ ഒരു ഇൻഡിജർ പോയിന്റ്സിലൊന്നും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദിസ് ഫംഗ്ഷൻ ജംപ്സ് ഇൻ വാല്യൂ at each of the points x0 is equal to 0, +or -1, +or -2, etc. So limit x tends to x0, f of x does not exist. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടാവും, -2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇമേജ് തന്നിട്ടുള്ള 0 ആണ്.
പക്ഷേ ഇതിൻ്റെ അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് വരിക 0 തന്നെയാണ് ആൻഡ് ഫംഗ്ഷൻ്റെ വാല്യൂവും 0 തന്നെയാണ്. പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരുന്നത് ഇവിടെ ഈ പോയിന്റ് എന്താണോ ആ പോയിന്റിലേക്ക്. ഇപ്പോൾ സപ്പോസ് 1 ആണെന്നുണ്ടെങ്കിൽ ഇത് 1ലേക്കാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പോകുന്നത്. എന്തായാലും അത് ഈക്വൽ ആവില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ലിമിറ്റ്സ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വലും ആവണം ആൻഡ് ഫംഗ്ഷൻ വാല്യൂവിനോടും ഈക്വൽ ആവണം ആ പോയിന്റിൽ. അപ്പോഴേ നമുക്ക് ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഗ്രാഫ് നോക്കിയിട്ടാണെങ്കിൽ നമുക്കതിൻ്റെ ബ്രേക്ക് അവിടെ എവിടെയാണോ ബ്രേക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് കണ്ടിന്യൂറ്റി പറയാൻ പറ്റും. സോ ഈ പോയിന്റ്സിലൊക്കെയാണ് അത് ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്. ഡിസ്കണ്ടിന്യൂസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ does not exist at these points and thus f is not continuous there. However, f is continuous on each of the intervals between the jump points. അതായത് ഇതിൻ്റെ ഇടയിലുള്ള ബാക്കി വാല്യൂസിലൊക്കെ ഇത് കണ്ടിന്യൂസ് ആണ്. ഈ പെർട്ടിക്കുലർ പോയിന്റ്സിൽ മാത്രമേ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ഗ്രാഫ് നോക്കിയേ. ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടെ എത്തുമ്പോൾ ഒന്ന് ജമ്പ് ചെയ്യുന്നുണ്ട്. അതായത് -1 എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്കൊരു ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. അതേപോലെ പിന്നെ -1 തൊട്ട് 1 വരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. 1ലും ഇതേപോലെ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. ബാക്കിയുള്ളിടത്തും സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. സോ ഇവിടെ ആകെ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? -1ലും 1ലും മാത്രമേ ഡിസ്കണ്ടിന്യൂറ്റി വരുള്ളൂ. ബാക്കി എല്ലായിടത്തും ഇത് കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമുക്ക് പറയാം. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുന്നുണ്ട്. 1 എന്ന് പറഞ്ഞ പോയിന്റിലൊന്ന് നോക്കിയേ. 1 എന്ന് പറഞ്ഞ പോയിന്റിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വരിക ഇവിടെ 1 എന്ന് പറഞ്ഞിട്ടാണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരുന്നത് 0 എന്ന് പറഞ്ഞിട്ടാണ്. സോ അത് തന്നെ അൺഈക്വൽ ആണ്. അത് രണ്ടും ഈക്വലും ആവണം, ഫംഗ്ഷൻ വാല്യൂനോടും ഈക്വൽ ആവണം ആക്ച്വലി കണ്ടിന്യൂസ് ആവാൻ. സോ ആ കണ്ടീഷൻ നോക്കുക. ലിമിറ്റിംഗ് ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് അത് കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് പറയാൻ പറ്റും. ഗ്രാഫ് നോക്കിയിട്ടാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. ഇനി -1 ഇതേപോലെ നോക്കിയേ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരുന്നത് 1 ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വരുന്നത് ഇതിൻ്റെ ഇടയിൽ വേറെ ഏതൊരു വാല്യൂവിലാണ് അല്ലേ. എന്തായാലും അത് അൺഈക്വൽ ആണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. സോ -1ലും 1ലും ആയിരിക്കും ഇതിൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവുക. സോ ഇവിടെ എഴുതിയിട്ടുണ്ട്. സൊല്യൂഷൻ നോക്കുക. ദിസ് ഫംഗ്ഷൻ ജംപ്സ് ഇൻ വാല്യൂ അറ്റ് x0 is equal to -1 and x0 is equal to +1, and so limit x tends to +1 f of x and -1 f of x does not exist. Thus f is not continuous at x0 is equal to +or -1. It is continuous on each of the intervals -∞, -1, -1, 1 and 1 infinity. ബാക്കി എല്ലാ ഇൻ്റർവെൽസിലും അത് കണ്ടിന്യൂസ് ആണെന്നുള്ളത് പറയാം. -∞ തൊട്ട് -1 വരെ അത് ഓക്കെയാണ്. ഓപ്പൺ ഇൻ്റർവെല്ലാണ് കേട്ടോ എഴുതണേ, ക്ലോസ്ഡ് ഇൻ്റർവെൽ അല്ല. ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻ്റർവെല്ലാണ്. ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിനെ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. സോ -∞, -1 ഇതാണ് ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാലാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആവുക. സോ ഓപ്പൺ ഇൻ്റർവെല്ലാണ് ഇത് കണ്ടിന്യൂറ്റി വരിക. -1 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ -1 തൊട്ട് 1 വരെയുള്ള ഇൻ്റർവെല്ലിൽ ഇത് കണ്ടിന്യൂസ് ആണ്. 1 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റർവെല്ലിനും കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ഗ്രാഫ് നോക്കുക. അടുത്ത ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്നെടുക്കാതെ നമുക്ക് കംപ്ലീറ്റ് വരച്ചൂടെ. പെന്നെടുക്കാതെ കംപ്ലീറ്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ ദാറ്റ്സ് എ കണ്ടിന്യൂസ് ഗ്രാഫ്. കണ്ടിന്യൂസ് എവറിവെയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹോൾ റിയൽ ലൈനിൽ നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. സോ -∞ എന്ന് പറഞ്ഞ ഹോൾ റിയൽ ലൈനിൽ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. എല്ലാ പോയിന്റ്സിലും അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ഡിഫറൻഷ്യബിലിറ്റിക്കാണ് പ്രശ്നം വരിക. അതിപ്പോൾ നമ്മൾ പഠിക്കുന്നില്ല എങ്കിലും പറയുകയാണ്. ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണം എന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ നമുക്കൊരു യുണീക്ക് സ്ലോപ്പ് ഉണ്ടാവണ്ടേ. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ ഉണ്ടാവണം. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഷാർപ്പ് എഡ്ജസ് വരുമ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ആ ഷാർപ്പ് എഡ്ജിലൂടെ ഒരുപാട് ടാൻജന്റ് ലൈൻസ് പാസ് ചെയ്ത് പോകും ഈ കർവിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ നമുക്കൊരു യുണീക്ക് വാല്യൂ അല്ല അവിടെ കിട്ടുക. സോ ആ പോയിന്റിൽ ആക്ച്വലി ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഷാർപ്പ് എഡ്ജസ് ഗ്രാഫിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ളത് പറയാൻ പറ്റും. പക്ഷെ പെന്നെടുക്കാതെ വരയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് അതൊക്കെ കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് നോക്കാം. ഈ ഫംഗ്ഷൻ ഇവിടെയൊക്കെ കണ്ടിന്യൂസ് ആണ്. പക്ഷെ ഇവിടെ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇമേജ് വരുന്നത് ഇവിടെ മേലെയാണ്. അപ്പോൾ ഇവിടെ വരെ എത്തിയിട്ട് പിന്നെ ഒന്ന് ജമ്പ് ചെയ്തിട്ട് പിന്നെയും തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കുമ്പോൾ അതൊക്കെ 1 തന്നെയാണ് വരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആക്ച്വലി അപ്രോച്ച് ചെയ്യുന്നത് ഈ 1 എന്ന് പറഞ്ഞ വാല്യൂയിലേക്കാണ്. പക്ഷേ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ 2 ആണ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയാൽ മാത്രം പോരാ. ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് കൂടി ഈക്വൽ ആവണം. ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ 2 ആണ്. അപ്പോൾ ഒരിക്കലും അത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഗ്രാഫിൽ നോക്കിയാലും ഒന്ന് പെന്ന് എടുത്തിട്ടേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇതിനൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ സൊല്യൂഷൻ വായിച്ചു നോക്കാം.
ഹിയർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഈക്വൽ ആണ്, അത് 1ലേക്ക് ഈക്വൽ ആണ്. പക്ഷേ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് എഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 1ൽ കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ അത് കണ്ടിന്യൂസ് ആവുന്ന ഇൻ്റർവെൽ -∞ 1 ആൻഡ് 1 എന്ന് പറഞ്ഞ ഇൻ്റർവെൽസിലായിരിക്കും. സോ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു പ്രോബ്ലം. Show that the function f of x is equal to x minus 1 by 3x square is continuous at x naught is equal to 4. x naught is equal to 4 എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമ്മളോട് കാണിക്കാൻ പറഞ്ഞത്. ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, റാഷണൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആവില്ല. പക്ഷേ ഡിനോമിനേറ്റർ 0 അല്ലാത്ത പോയിന്റിലൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂറ്റിക്ക് ഒരു കുഴപ്പവും വരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് അറ്റ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 4ൽ എന്ത് വരും? 3 × 4² എന്ന് വരും. അതിനൊരു കുഴപ്പം വരുന്നില്ലല്ലോ, ഇറ്റ്സ് നോട്ട് 0. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുള്ളത് പറയാൻ പറ്റും. സോ അത്തരത്തിൽ നമുക്ക് റാഷണൽ ഫംഗ്ഷൻസിൻ്റെ കേസിൽ പറയാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.